It's beautiful. ഭവാനിയമ്മ നടക്കുക. Welcome back to my YouTube channel. We usually do random trips. ഭയങ്കര അൺപ്ലാൻഡ് ആയിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലൊക്കെ വണ്ടി എടുത്ത് ഇറങ്ങി പോകാറുണ്ട്. അതേപോലെ ഈ പ്രാവശ്യം ഈ വീക്കെൻഡിൽ നമ്മളൊരു 3 hour ഡ്രൈവ് കഴിഞ്ഞ ഒരു സ്ഥലത്തെത്തി. It was so unexpected that എനിക്ക് നല്ലൊരു ഷൂ പോലും ഇല്ലായിരുന്നു. ബട്ട് വി എൻഡഡ് അപ്പ് ഇൻ എ ഹൈക്കിംഗ് ട്രെയിൽ. പോകുന്ന വഴിക്ക് ഐ ബോട്ട് മൈ ഫേവറേറ്റ് സ്റ്റാർബക്സ് ഡ്രിങ്ക്. അതിന്റെ പേരെന്തായിരുന്നു? സംതിങ് പീനക്കൊളാഡ, പാം ബീച്ച്, ഐ ഡോണ്ട് റിമെമ്പർ. എന്തോ പീനക്കൊളാഡയുടെ എന്തോ ഒരു ഡ്രിങ്ക് ആയിരുന്നു. ഇറ്റ് വാസ് സോ ഗുഡ്. ഒരു ലോങ് 4 hours ഡ്രൈവ് കഴിഞ്ഞപ്പം നമ്മൾ സ്ഥലത്തെത്തി. ഈ രാജ്യത്ത് ഒരു പക്ഷേ നോർമൽ ഹൈക്കിംഗ് ഷൂ ഒന്നും ഇടാതെ സാധാ ചപ്പൽ ഇട്ടുകൊണ്ട് ഒരു ഹൈക്ക് കയറി ആദ്യത്തെ ആള് ഞാനായി. നടന്നു തുടങ്ങിയപ്പോൾ തന്നെ മടുത്തു തുടങ്ങി. ഹൈറ്റ് കൂടുന്തോറും അവിടുത്തെ ഓക്സിജൻ ലെവൽ കുറയുന്നുണ്ടായിരുന്നു. സോ ബ്രീത്ത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ അൺഎക്സ്പെക്ടഡ് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വി നെവർ പ്ലാൻ എനിത്തിങ്. നമ്മൾ ചിലപ്പോൾ ചില റാൻഡം ലൊക്കേഷൻ ഇട്ടിട്ട് വെറുതെ ഡ്രൈവ് ചെയ്യും, അവിടെ എത്തും. ബെസ്റ്റ് പാർട്ട് ഈസ് ദാറ്റ് നമ്മൾ കാണാൻ പോകുന്ന ഒരു കാഴ്ച, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെമ്മറീസ് ദാറ്റ് വിൽ ബി ഹാവിങ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്ളോഗ് എടുത്തു തുടങ്ങിയതിന്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ട്. ഐ ജസ്റ്റ് വാണ്ട് ടു ഡോക്യുമെന്റ് എവറിഥിങ്. ഇപ്പൊ തന്നെ ഒരു 2-3 കൊല്ലം മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ വെറുതെ എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഐ ക്യാൻ സീ മൈ വീഡിയോസ് ആൻഡ് ഹൗ ഐ വാസ്. So I thought, why not document everything and just post it on YouTube? അങ്ങനെ അത് എനിക്കും കാണാം, നിങ്ങൾക്കും കാണാം. So yeah. ഫ്രണ്ടിൽ നിന്ന് ആരോ വരുന്നുണ്ട്. അയക്കൊക്കെ ഷൂ ഉണ്ട്, എനിക്ക് മാത്രം ഷൂ ഇല്ല. ഓ, ഇത് വെള്ളമാണോ? ഓ അല്ല, അത് വെള്ളമല്ല. ഓ വൗ. ഈ സ്ഥലം എന്ന് പറയണത് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറഞ്ഞ പ്രൊവിൻസിലുള്ള ഒരു ഏരിയയാണ്. ബ്രിട്ടീഷ് കൊളംബിയനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇതിനകത്ത് മോസ്റ്റ് എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഫോറസ്റ്റ് ആണ്. ആൻഡ് നമ്മൾ ഈ ട്രിപ്പ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുമ്പം സത്യം പറഞ്ഞാൽ ഇതിന്റെ അടുത്തോട്ട് ചേർന്ന് കിടക്കുന്ന ഒരുപാട് സ്ഥലത്ത് വൈൽഡ് ഫയറും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് വൈൽഡ് ഫയർ. ബിക്കോസ് BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3/4 ഭാഗവും കാടാണ്, ഫുൾ മരങ്ങളും ചെടികളും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കാട്ടുതീ പടരാൻ ഭയങ്കര എളുപ്പമാണ് ഇവിടെ. സമ്മർ ടൈമിലൊക്കെ സാധാരണ ഇവിടെ ക്യാമ്പ് ഫയർ ഇടാനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം ഒരു ഇച്ചിരി തീ മതി മൊത്തം കത്തിപ്പിടിക്കാൻ വേണ്ടി. കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ ഇപ്രാവശ്യത്തെ ഇവിടുത്തെ സമ്മർ ഭയങ്കര ചൂടാണ്. അങ്ങനെ ചൂടായതുകൊണ്ട് തന്നെ ഇവിടുത്തെ മരങ്ങളൊക്കെ ഒരുമാതിരി ഉണങ്ങി കരിഞ്ഞ് അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പൊ വൈൽഡ് ഫയർ ഉണ്ടായേക്കണതിന്റെ കാര്യം എന്താന്ന് കറക്റ്റ് ഗവൺമെന്റിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ദേ ആർ സ്റ്റിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് അബൌട്ട് ദാറ്റ്. ഒന്നെങ്കിൽ ആരോ ക്യാമ്പ് ഫയർ ഇട്ടപ്പം തീ സ്പ്രെഡ് ചെയ്തായിരിക്കണം, അല്ലെങ്കിൽ ഈ ചൂടത്ത് ഉണങ്ങി നിൽക്കുന്ന മരം കരിഞ്ഞതാവണം എന്നാണ് ഇവർ പറയണത്. കറക്റ്റ് അറിയത്തില്ല. രാത്രി ഹൈക്ക് ചെയ്യുമ്പോൾ വഴി കാണാനായിട്ടാണ് ഈ ഹൈലൈറ്റേഴ്സ് വെച്ചേക്കുന്നത്. സി യാ. എന്തിനാ എന്നെ പേടിയാവുന്ന? പിന്നെ അപ്പൊ നീയോ? You're a stupid girl. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഞാൻ യോജിക്കുന്നില്ല. ഐ ആം കോൺഫിഡന്റ്. ഇപ്പൊ പറഞ്ഞോണ്ടാ കുഴി പോയി ചാടും. ഞാൻ വീണ് പോയാ നീ പിടിക്കാൻ വരുമോ? ഞാൻ വീണ നിന്നെ പോലീസ് കൊണ്ടുപോകും. കാരണം നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ചെറിയ അരുവി. അമ്മേ, ദേടെ ഒരു കണ്ണട ആരോ വെച്ചിട്ട് പോയിക്കുന്നു. ഇച്ചിരി വെള്ളം കുടിക്കാൻ തോന്നുന്നു. ഇതൊരു 1 kilometer ഹൈക്കാണ്. പക്ഷെ 1 kilometer പോലും ആയിട്ടില്ലെന്നാണ് ഇവൻ പറഞ്ഞത്. മുന്നേ നടക്ക ഭവാനിയമ്മ നടക്കുക. മൈൻഡില്ലാതെ അങ്ങ് പോവാ. ഞാൻ ബാക്കിലുണ്ടോന്ന് പോലും നിനക്കറിയണ്ട.
പിന്നെ നിനക്കിവിടെ കവറേജ് പോലും ഇല്ല. എമർജൻസി കോളൊക്കെ പോവും ഇവിടുന്ന്. ഇവിടെ കരടി ഉണ്ടോ? ഓ മൈ ഗോഡ്, നീ പറയുന്ന ഒന്നും ഇവിടെ കേൾക്കുന്നില്ല. മേ ബി വി ഷുഡ് ബൈ എ മൈക്ക്. I regret my whole life decision just because I don't have shoes. ഇത് പൊട്ടാറായി. അമേരിക്കൻ ഈഗിളിൽ നിന്ന് മേടിച്ച ചെരുപ്പാ. I saw. ലീക്കാ? ഓ മൈ ഗോഡ്, എന്തിനാ ഹൈക്ക് ചെയ്ത് വന്നതെന്ന് പോലും അറിയാത്ത ഒരാള് നമ്മള് ലേക്ക് കാണാനാ വന്നത്. ഫോൾ ലേക്സ് ലേക്കിന്റെ പേരാ. എന്റെ ദൈവമേ. Now tell me, who is idiot? You. Just you. നമ്മളെ ഫൈനലി 1 kilometers ഓഫ് ഹൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് വലിയ ഹൈക്കൊന്നും അല്ല, ജസ്റ്റ് എ മോഡറേറ്റ് ഹൈക്ക്. ഓക്കെ. ഓ മൈ ഗോഡ് ഷാജി, ഞാൻ പറയുന്നത് ആർക്കും മനസ്സിലാവുന്നില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഓ ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഓ ഒരു കുഞ്ഞു കിളി എൻ്റെ മുത്തിക്കടെ അങ്ങ് പറന്നുപോയി. ക്യൂട്ട് ലിറ്റിൽ ഫ്ലവേഴ്സ്. ഹായ്. എനിക്ക് സ്വിം സ്യൂട്ട് ഉണ്ടായിരുന്നു, ഞാൻ ഉറപ്പായിട്ടും ചാടിയിരുന്നു. സ്ട്രോബെറി. ആക്ച്വലി ദിസ് ഇസ് വൈൽഡ് സ്ട്രോബെറീസ്. സീ, ഇത് കഴിക്കാൻ പറ്റുമോ? വൈ? ഇറ്റ്സ് ആക്ച്വലി സ്ട്രോബെറി. എന്തോ സ്ട്രോബെറി. ഈ ട്രയൽ മൊത്തം ഹൈക്ക് ചെയ്ത് നമ്മൾ വന്നത് ഈ ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ആസ് വെൽ ആസ് പീസ്ഫുൾ ആയിരുന്നു. എത്ര നേരം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം, അത്ര അടിപൊളിയാണ്. ഈ ലേക്കിന്റെ പേര് ഫോൾ ലേക്ക് എന്നാണ്, പക്ഷെ ദർ ഇസ് നോ ഫോൾസ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഫോൾ ലേക്ക്. എനിക്കറിയില്ല എന്താ ഇതിന്റെ പേര് ഇങ്ങനെ വരാൻ കാരണമെന്ന്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ദിസ് വാസ് മൈ ഷോർട്ട് അൺഎക്സ്പെക്ടഡ് ട്രിപ്പ് വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സീ യു ഓൺ മൈ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.